Hi, my dears. I am your Divya Sajid from Divu's Happiness Hub. എല്ലാവർക്കും നല്ലൊരു ദിവസത്തിലേക്ക് സ്വാഗതം. നമ്മുടെ ജീവിതത്തിലെ നമ്മൾ ആരെങ്കിലുമൊക്കെ കാണുമ്പോൾ നമ്മളോട് ചോദിക്കാറുണ്ട്, എങ്ങനെ പോകുന്നു ലൈഫ് എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ എന്താ മറുപടി പറയുക? കുഴപ്പമില്ല, ഇങ്ങനെയൊക്കെ അങ്ങ് പോകുന്നു. അങ്ങനെ ഒരിക്കലും നമ്മൾ പറയാൻ പാടില്ല കേട്ടോ. ലൈഫ് എങ്ങനെ പോകുന്നു ചോദിച്ചാൽ വളരെ നന്നായി പോകുന്നു, വെരി ഗുഡ് എന്ന് വേണം നമ്മൾ പറയാൻ. ആ ഒരു ഒറ്റ പറച്ചിലൂടെ നമ്മുടെ ലൈഫ് മാറി മറിയും കേട്ടോ. കേൾക്കുന്ന ആളിനും നല്ലൊരു കോൺഫിഡൻസ് വർദ്ധിക്കും, പറയുന്ന നിങ്ങൾക്കും കോൺഫിഡൻസ് ഉണ്ടാകും. ഇപ്പോൾ മക്കളുടെ പഠനകാര്യം ചോദിക്കുമ്പോൾ നന്നായിട്ട് പഠിക്കുന്ന കുട്ടികളാവാം കേട്ടോ. പാരൻസ് പറയുന്നത് എന്താണ്? ആ, ഒരു ആവറേജ്, മിഡിൽ എന്നൊക്കെയാണ് പറയാറ്. ലൈഫ് ഒരു മിഡിൽ, ഫിനാൻസ് ഒരു മിഡിൽ, എല്ലാം മിഡിൽ ആവറേജ്. നമ്മുടെ ലൈഫിൽ നിന്ന് നമ്മൾ ഏറ്റവും ഉയർന്നവരാകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നമ്മുടെ ലൈഫിൽ മാറ്റം വരുത്താൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഈ രണ്ട് വാക്ക് നമ്മുടെ ലൈഫിൽ നിന്ന് നമ്മൾ പാടെ അങ്ങ് മാറ്റി വയ്ക്കണം. ഏതൊക്കെയാണ് ആ വാക്കുകൾ? മിഡിൽ, ആവറേജ്, കുഴപ്പമില്ല, അല്ലേ? ഇങ്ങനെ ഒരു വർത്തമാനം നിങ്ങൾക്ക് വേണ്ട. ഈ രണ്ട് വാക്കുകൾ നമ്മുടെ ലൈഫിൽ നിന്ന് മാറ്റിക്കഴിഞ്ഞാൽ നമ്മൾ സൂപ്പർബാവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? നമ്മുടെ ലൈഫിനെ ഏറ്റവും ബെസ്റ്റാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മനോഹരമായ കുറേ സ്ഥലങ്ങളിലൊക്കെ യാത്ര ചെയ്യാം. യാത്ര ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ് കേട്ടോ. ഇനി നമ്മൾ എത്രമാത്രം യാത്ര ചെയ്ത് കുറേ സ്ഥലങ്ങൾ പോയി ഇങ്ങനെ കണ്ടു എന്നല്ല, ഏറ്റവും മനോഹരമായ നമ്മൾക്ക് പോകാൻ ഇഷ്ടമുള്ള നല്ല കുറേ സ്ഥലങ്ങളിൽ നമ്മൾ യാത്ര ചെയ്യണം. വെറുതെ യാത്ര ചെയ്താൽ പോരാ, അവിടെയുള്ള എല്ലാ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫുഡ്, അവിടുത്തെ എന്താണ് എല്ലാ കാര്യങ്ങളും, നമ്മൾ അവിടുത്തെ ഡ്രസ്സ് ഒക്കെ ഉണ്ടാവും, അവിടുത്തെ ആ ഒരു ക്ലൈമറ്റ് എല്ലാം നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യണം. അവിടുത്തെ ആൾക്കാരുടെ ആ ലാംഗ്വേജ്, അവരുടെ ലൈഫ് സ്റ്റൈൽ ഒക്കെ നമ്മൾ കണ്ടും കേട്ടും ഒക്കെ നമ്മളത് മനസ്സിലാക്കണം. വെറുതെ അങ്ങ് യാത്ര ചെയ്താൽ പോരാ കേട്ടോ. പിന്നീട് നമുക്ക് വീണ്ടും അവിടെ പോവാനുണ്ടാക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് നമ്മൾ വരണം. അതുപോലെ നമ്മുടെ സമയത്തെ നമ്മൾ പ്രചോദനപരമായിട്ട് ഉപയോഗിക്കണം. വെറുതെ കറങ്ങി നടന്ന് കുറേ ആൾക്കാരുടെ ലൂസ് സ്റ്റോക്ക് ചെയ്ത്, കുറേ മൊബൈൽ യൂസ് ചെയ്ത്, കുറേ സമയം കണ്ടൊക്കെ ചിലവഴിക്കാതെ ഏറ്റവും ബെസ്റ്റായിട്ട് നമുക്ക് നമ്മുടെ സമയത്തെ ഉപയോഗിക്കാൻ സാധിക്കണം. അതിനുവേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്യാമെന്നുള്ളതാണ്. നമുക്ക് നല്ല നല്ല എക്സസൈസ് ചെയ്യാം. നല്ല 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 പുസ്തകങ്ങളുണ്ട് കേട്ടോ വായിക്കാൻ. നമ്മുടെ ജീവിതത്തെ പ്രചോദിപ്പിക്കുന്ന, നമ്മുടെ ലൈഫിൽ പുതിയ പുതിയ കാര്യങ്ങൾ അപ്ലൈ ചെയ്യാൻ സഹായിക്കുന്ന ഒരുപാട് ഒരുപാട് പുസ്തകങ്ങളുണ്ട്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഫിക്ഷൻസോ സ്റ്റോറീസോ ഒക്കെയാണ് വായിക്കാൻ ഇഷ്ടമെന്നുണ്ടെങ്കിലും, അതിനേക്കാൾ ഉപരി നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒരു ബുക്ക് വായിക്കുമ്പോൾ ഒരു നമുക്ക് അപ്ലൈ ചെയ്യാൻ തോന്നുമല്ലോ, ഇത് കൊള്ളാം എന്ന് തോന്നും. അത്തരത്തിലുള്ള ഇൻസ്പയർ ആയിട്ടുള്ള സ്റ്റോറീസൊക്കെ നിങ്ങൾ വായിക്കണം. അത് ഏറ്റവും നല്ലതായിരിക്കും. പിന്നെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ആനന്ദവും സന്തോഷവും സമാധാനവും തരുന്ന ബന്ധങ്ങൾ കൂടെ നിർത്തണം. ആ ബന്ധങ്ങൾ കൂടെ ഉള്ളപ്പോൾ നിങ്ങൾക്ക് സഹായിക്കാൻ ഒരാളുണ്ട്, എന്തും പറയാൻ ഒരാളുണ്ടെന്നൊരു തോന്നൽ നിങ്ങൾക്കുണ്ടാവും. അങ്ങനെയുള്ള ബന്ധങ്ങളെ വേണം നിങ്ങൾ കൂടെ നിർത്താൻ. ഇനി നമ്മുടെ ജീവിത മൂല്യങ്ങളെ ജീവിത മൂല്യങ്ങൾക്കൊത്ത് യോജിക്കാത്ത, ജീവിതത്തിന് വലിയ വില നൽകാത്ത ആൾക്കാരുമായിട്ട് നമ്മൾ ഒരിക്കലും കൂട്ടുകൂടാൻ പോകാതിരിക്കുന്നതാണ്. ചില ആൾക്കാരുണ്ട്, ആ ജീവിതം അങ്ങനെ ഇങ്ങനെയൊക്കെ പോകുന്നു, എന്തോന്ന് ജീവിതം, രാവിലെ ആവുന്നു രാത്രിയാവുന്നു, അങ്ങനെ പറയുന്ന കുറേ ആൾക്കാർ നമുക്ക് ചുറ്റുമുണ്ട്. അങ്ങനെയുള്ളവരെ നിങ്ങളുടെ കൂട്ടത്തിൽ നിങ്ങൾ കൂട്ടാതിരിക്കുക, അവരെയൊക്കെ ലെറ്റ് ഗോ ചെയ്യുക, വിട്ട് കളയുക. അപ്പം നമുക്ക് നമ്മുടെ ജീവിതത്തെക്കുറിച്ച് നല്ല ലക്ഷ്യബോധം ഉണ്ടല്ലോ. അപ്പോൾ തരത്തിലുള്ള ആ വൈബിലുള്ള ആൾക്കാരെ വേണം നമ്മളെ കൂട്ടത്തിൽ നിർത്താൻ. അപ്പോൾ കുറേ ആൾക്കാർ നമ്മളെ കൂടെ ഒരേ വൈബിലുള്ള വരുമ്പോൾ നമ്മുടെ ലൈഫും വളരെ പ്രൊഡക്റ്റീവായിട്ട് മാറ്റാനായിട്ട് നമുക്ക് സാധിക്കും. അതുപോലെ മാനസികാവസ്ഥ ഓരോ വ്യക്തികളുടെയും വ്യത്യസ്തമായിരിക്കും. അപ്പോൾ നമ്മൾ ചിലപ്പോൾ ഒരു ഗ്യാങ്ങിൽ നിൽക്കുമ്പോൾ, ഒരു കൂട്ടത്തിൽ നിൽക്കുമ്പോൾ ചില ആൾക്കാരുടെ മാനസികാവസ്ഥ നമുക്ക് തോന്നുമ്പോൾ നമുക്ക് ശരിയായില്ല. അവരുടെ ശാരീരികമായിട്ടുള്ള പ്രവൃത്തികൾ, അവരുടെ ഒരു സ്പിരിച്വൽ ആയിട്ടുള്ള പ്രവർത്തനങ്ങളൊന്നും നമുക്ക് ഇഷ്ടപ്പെടാതെ തോന്നാം. അപ്പോൾ അങ്ങനെയുള്ളവരെയൊക്കെ നമ്മൾ എന്ത് ചെയ്യുക? അവോയ്ഡ് ചെയ്യും. ഇപ്പം നമ്മൾ നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരുത്താൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിലിരുന്നു കൊണ്ട് നമ്മൾ നമ്മളോട് പറയും, ഇത് വേണ്ട, ഇത് നമുക്ക് പറ്റിയതല്ല എന്ന് നമുക്ക് തന്നെ തോന്നും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ഒഴിവാക്കുക. നമ്മുടെ ലൈഫ് വളരെ കുറച്ച് സമയമേ ഉള്ളൂ. ഒരുപാട് 10,000 വർഷങ്ങൾ ജീവിക്കാനുണ്ടെന്നുള്ള തോന്നലൊന്നും നിങ്ങൾക്ക് വേണ്ട കേട്ടോ. വളരെ കുറച്ച് നിമിഷമേ നമ്മുടെ ലൈഫിൽ നമുക്ക് കിട്ടാറുള്ളൂ. അപ്പോൾ ആ നിമിഷത്തെ ഏറ്റവും സുന്ദരമാക്കി വേണം ജീവിച്ച് തീർക്കാനായിട്ട് നമ്മൾ. അപ്പോൾ അതിനകത്ത് പഴിയും പരാതികളും കുറ്റങ്ങളും സങ്കടങ്ങളും ഒക്കെ ഉണ്ടാകും.
സാധാരണമാണ്. അതിനൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, അക്സെപ്റ്റ് ചെയ്യാതിരിക്കുക. നമ്മൾ മനുഷ്യ സഹജമായ നമ്മുടെ ജീവിതത്തിൽ മിസ്റ്റേക്സ് ഒക്കെ വരാം, പ്രോബ്ലംസ് ഒക്കെ വരാം, എല്ലാം വേണമല്ലോ. പക്ഷെ അതിന് നമ്മൾ എന്ത് ചെയ്യുക, ഒരു ഹാർമണി, ഒരു ബാലൻസ് ചെയ്ത് നമ്മൾ കൊണ്ടുപോകാൻ പഠിക്കണം. അപ്പോൾ നമ്മുടെ ജീവിതം ഏറ്റവും ബെസ്റ്റായിട്ട് നമുക്ക് മാറ്റാൻ സാധിക്കും. നമ്മുടെ ജീവിതത്തെ ഉത്കൃഷ്ടമാക്കേണ്ടത് നമ്മുടെ ഡ്യൂട്ടിയാണ്. നമുക്ക് ചുറ്റുമുള്ള ആൾക്കാരെ സന്തോഷിപ്പിക്കുക, നമ്മൾ കൂടെ നിൽക്കുമ്പോൾ അവർക്കുണ്ടാകുന്ന സന്തോഷം, അതല്ലേ നമ്മുടെ ഏറ്റവും വലിയ സന്തോഷം. അപ്പോൾ നമ്മുടെ ഈ ഭൂമിയിലുള്ള ഈ കുറച്ച് സമയമേ നമുക്ക് കിട്ടാറുള്ളൂ. അപ്പോൾ അത് പരാതിയും പരിഭവങ്ങളും സങ്കടങ്ങളും വഴക്കും ഒക്കെ പറഞ്ഞ് തീർക്കാതെ എന്ത് ചെയ്യുക, വളരെ പ്രൊഡക്റ്റീവായിട്ട് സന്തോഷത്തോടെ നിങ്ങളുടെ ജീവിതം കൊണ്ടുപോകട്ടെ. അപ്പം ഞാൻ ഈ പറഞ്ഞ 2 കാര്യങ്ങൾ ഇനി നമ്മൾ ലൈഫിൽ ഉപയോഗിക്കരുത്. ആരെങ്കിലും എവിടെ വെച്ച് കണ്ട് ചോദിക്കുമ്പോൾ ഞാൻ വളരെ ഹാപ്പിയാണ്, ജീവിതം നന്നായിട്ട് പോകുന്നു എന്ന് വേണം പറയാൻ. ഓക്കെ, അപ്പോൾ നിങ്ങൾ വീഡിയോ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇത് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കമൻസ് ഒക്കെ അറിയിക്കണം. എൻ്റെ കോൺടാക്ട് നമ്പറിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം. താങ്ക് യു all, love you all. I am your Divya Sajid from Divu's Happiness Hub.